പുത്രനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിതൃപകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്കെപ്പോഴും. ശ്രീ പി ജെ തോമസ്, ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ ജോൺ നിക്കോളാസ്, കോർഡിനേറ്റർ മിസ്റ്റർ സി പി മോഹൻദാസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ഫോർമൽ മീറ്റിംഗ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ആകാനും പാടില്ല. നമ്മൾ 1969 നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സുവോളജി ക്ലാസ്സിൽ കൂടുമ്പോൾ അന്ന് മുതൽ 72 നമ്മൾ കോളേജിൽ നിന്ന് പോരുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ. എൻ്റെ മനസ്സിൽ നമ്മളിങ്ങനെ കൂടുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈശ്വരാനുഗ്രഹത്താൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല നിലയിലെത്തിയത് നമ്മുടെ ജോസഫ് ഫ്രാൻസിസ് ആണ്. ഹൈക്കോടതി ജഡ്ജിയാകാൻ ദൈവം എന്തെങ്കിലും കൊടുത്തു. നമുക്ക് അഭിമാനത്തിലൂടെയുള്ള ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ പാപ പ്രവൃത്തിക്കും കാരണമാവട്ടെ. എന്നാൽ ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമ്മളിവിടെ കൂടി ഈ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നു, സന്തോഷിക്കുന്നു, പരസ്പരം ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. ഇനി ഒരു ഗെറ്റ് ടുഗദർ അടുത്ത വർഷമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഒന്നിനും ഒരു നിശ്ചയമില്ല. അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നമ്മുടെ സൗഹൃദം, സന്തോഷം, അതിൻ്റെ ഒരു മാനവികത, ആ മാനവികതയുടെ മനോജ്ഞമായ പ്രകാശമാണ് നമ്മുടെ മനസ്സിൽ നിറയ്ക്കേണ്ടത്. അവിടെ സാഹോദര്യവും സൗഹൃദവുമാണ് വളരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നമ്മൾ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ അതായിരിക്കും നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ മനോഭാവം അവരിലും ഉണ്ടാവും, നമ്മളിലും ഉണ്ടാവും. ഞങ്ങൾ അവിടെ ഒരു ഗെറ്റ് ടുഗദറിന് പോയപ്പോ ജോലി ഇതേ ചോദ്യം ഞങ്ങളോട് CPR എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? CPR ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. നമ്മൾ ആരുമാവാം, ഇവിടെ ആവാം, എവിടെ വെച്ചാണ്. ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. വീണ് കഴിഞ്ഞാൽ റോഡിലാവാം, ബസ്സിലാവാം, ട്രെയിനിലാവാം, എവിടെയും വീണ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ആളെ എഴുന്നേൽപ്പിക്കാൻ നോക്കാം. ഹലോ ഹലോ, മാക്സിമം സൗണ്ട് ഉണ്ടാക്കി നെഞ്ചൊക്കെ അടിച്ച് ഹലോ പേര് പറയും. ഇപ്പൊ ചിലര് കുറച്ച് ബോധമുള്ളവരാണെങ്കിൽ ആ പേര് പറയും. പേര് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. പിന്നെ നമ്മൾ വേറെ ആംബുലൻസ് എന്താണെന്ന് വെച്ചാൽ വിളിച്ചറിയിച്ച് കൊണ്ടുപോകാം. ഡോക്ടറെ ജോലി കഴിഞ്ഞു ആവശ്യമില്ല. പിന്നെ യു സ്റ്റാർട്ട് CPR. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പറ്റുന്ന എങ്ങനെ CPR ചെയ്യാൻ പറ്റും, വളരെ ലളിതമാണ്. അത് ചെയ്യേണ്ടത് ഇവിടെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പേഷ്യന്റിന്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നിൽക്കാം. പേഷ്യന്റ് മലർത്തി കിടത്തിയതിന് ശേഷം നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എൻ്റെ ഇതാണ്, ദിസ് ഇസ് ദ പാർട്ട്, നോട്ട് ദിസ് പാർട്ട്, ദിസ് ഇസ് ദ പാർട്ട്. ഈ പാർട്ടിൽ നെഞ്ച് ഇവിടെ നെഞ്ചെങ്കിൽ നെഞ്ചിൻ്റെ ഈ ഭാഗത്താണ് വയ്ക്കേണ്ടത്, നടുക്ക്, അല്ലാതെ ഇടതുവശത്തല്ല. ഹാർട്ട് ഇടതുവശത്താണ്. നെഞ്ചിൻ്റെ നടുക്ക് താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് മറ്റേ കൈ ഇങ്ങനെ വയ്ക്കാം. കൈ മടക്കാതെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക. 1 2 3 4 5 എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണാം.
10-20 വരെ ഉണ്ടാവും. മാക്സിമം കൊടുക്കാം. കൈ മടക്കാതെ എൻ്റെ ശരീരത്തിന്റെ കംപ്ലീറ്റ് അവിടെ ചെയ്യും. മുട്ട മടങ്ങരുത്, ഇങ്ങനെ കൊടുക്കണ്ടേ. അങ്ങനെ 20 പ്രാവശ്യം. എനിക്കൊന്നും പറ്റൂല. 20 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞ ശേഷം ഒരല്പം ബ്രേക്ക് കൊടുക്കുക. ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കുക. വലിക്കുന്നില്ല, അനങ്ങുന്നില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് വേണമെങ്കിൽ പഠിപ്പിക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതൊന്ന് CPR ചെയ്യാം. അല്ലെങ്കിൽ 20 കഴിഞ്ഞ ശേഷം 1-2 പ്രാവശ്യം മൗത്ത് ടു മൗത്ത് കൊടുക്കുക. ഇപ്പൊ കോവിഡ് വന്ന ശേഷം ഇപ്പൊ മൗത്ത് ടു മൗത്ത് ട്രൈ ചെയ്യാറില്ല. ഇത് തന്നെ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി പല ടെക്നിക്സ് ഉണ്ട്. അമ്പ് വേണ്ടെങ്കിൽ അമ്പ് വേണ്ട വെക്കാം. പോട്ടെ, നമുക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നഖത്തിന്റെ ഇവിടെ തൊട്ട് കഴിഞ്ഞാല് ചത്താണ് ജീവിച്ചിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. ശാസ്ത്രം എനിക്കറിയില്ല. അപ്പൊ നമുക്ക് പല ഇതൊരു ലൈഫ് സ്റ്റൈൽ പ്രൊസീജിയറാണ്. ഇനി വേറൊന്ന്, ഒരു കുട്ടി ഈ CPR പറ്റി കുറെ അധികം പറയാനുണ്ട്. ഒരു കുട്ടി കൊച്ചുകുട്ടി എന്തോ സാധനം വിഴുങ്ങി പെട്ടെന്ന് തൊണ്ടയിലിരുന്നു. ശ്വാസം മുട്ടുന്നു, കണ്ണൊക്കെ തുറക്കുന്നു, മൂക്കിപ്പിടി വെള്ളം വരുന്നു, നീളം നിറാവുന്നു, വെപ്രാളം പിടിക്കുന്നു, അച്ഛനമ്മ ഓടുന്നു, ഓടിയെടുത്ത് വണ്ടിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പോകുന്നു. ആ സമയത്ത് ആ കുട്ടിനെ രക്ഷപ്പെടുത്താൻ മിക്കവാറും സാധിക്കില്ല. നിങ്ങൾ ഏത് ആംബുലൻസ് വന്നുകൊണ്ടായാലും മുറ്റത്തല്ല, ഈ എയറോപ്ലെയിൻ വന്നാലും ആ കുട്ടി ചെല്ലുന്നതിന് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് മരിച്ചു. അത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒന്ന് എടുത്തു പറയും. അതായത് ഇതൊരു കുട്ടിയാന്ന് വിചാരിക്കാം. ആ കുട്ടീനെ എൻ്റെ അടുത്തേക്ക് ഒന്നല്ലെങ്കിൽ പടി നിർത്താം, അല്ലെങ്കിൽ താഴെ നിർത്താം. ഹൈറ്റ് അനുസരിച്ച് ബെഡിന് മുമ്പിൽ നിർത്തിയിട്ട് എൻ്റെ വയറിന്റെ ഈ ഭാഗത്തേക്ക് രണ്ട് കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കംപ്ലീറ്റ് 2, 3, 4, 5 പ്രാവശ്യം ഇങ്ങനെ അമർത്തി കഴിഞ്ഞിട്ട് കൊച്ചു തല ഇങ്ങനെ അമർത്തി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തല നിർത്താം. ശരിയാവുന്നില്ലെങ്കിൽ വീണ്ടും അങ്ങനെ ചെയ്യാം. പിന്നെ പറ്റുന്നില്ലെങ്കിൽ കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തോളിന്റെ പുറത്ത് നല്ല അടി കൊടുക്കുക. ഒരു 4-5 പ്രാവശ്യം. മിക്കവാറും സാധാരണ ഉള്ള ഒരു ഫോറിൻ ബോഡി ആണെങ്കിൽ, മുള്ളും ഇതൊന്നും ഇല്ലാത്തൊരു ഫോറിൻ ബോഡി ആണെങ്കിൽ സാധാരണ ഇതിൽ പുറത്തേക്ക് വരും. അല്ല, ഞാൻ കണ്ണുപൂട്ടിട്ടാ ചെയ്യണത്. കുരിശു വരയ്ക്കുമ്പോൾ കുംഭസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കരളിരുന്നെരിയുമ്പോൾ എങ്ങനെ കരയാതിരും നീടും ഞാൻ, എങ്ങനെ കരയാതിരും നീടും ഞാൻ. No audience. പാട്ട് പാടുമ്പോ മിസ്റ്റേക്ക് കേശവൻകുട്ടി പറയുന്നത് കേട്ടില്ലേ? ജോയ് ഭാര്യ പറയുന്നു മാറില്ല, എന്തെങ്കിലും ചെയ്യേ വലിയ പിടിക്കാറില്ല. നാളെ ഇത് കാണണല്ലോ.
കാണുമ്പോ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കൊന്നടിക്കാന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് പേപ്പറിൽ ആൾക്കാരും